ഇനി കാണാം ടോപ്പ് ഹെഡ്ലൈൻസ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ജീവനക്കാരന് സസ്പെൻഡ് ചെയ്ത ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിലെ അജയകുമാറിനെ നടപടി പരിശോധനയ്ക്കയച്ച സാമ്പിളുകൾ ആക്രിക്കാരൻ കൊണ്ടുപോയതിന് ആക്രിക്കാരൻ മെഡിക്കൽ കോളേജ് പോലീസിന്റെ കസ്റ്റഡിയിൽ. എടുത്തത് പാഴ്വസ്തു എന്ന് കരുതിയെന്ന ആക്രിക്കാരന്റെ മൊഴി. പേസ്റ്റ് രൂപത്തിലുള്ള എലിവിഷം ഉപയോഗിച്ച് പല്ലു തേച്ച 3 വയസ്സുകാരി മരിച്ചത് അട്ടപ്പാടി ജെല്ലിപ്പാറ സ്വദേശി ലിതിൻ ജോമറിയ ദമ്പതികളുടെ മകൾ നേഹ റോസ്. മരണം തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. ഇടുക്കി ഗ്രാമ്പിയിലെ കടുവയെ ഇന്ന് മയക്കുവെടി വെക്കില്ല. ദൗത്യം ഇന്നത്തേക്ക് അവസാനിപ്പിച്ചു. കടുവ അവശനിലയിലെന്ന് വനംവകുപ്പ്. പിടികൂടിയാൽ തേക്കടിയിലെത്തിച്ച് ചികിത്സ നൽകും. വെറ്റിനറി സർജൻ ഡോക്ടർ അനുരാജ് ദൗത്യത്തിന് നേതൃത്വം നൽകും. വയനാട് നൂൽപ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവിന് പരിക്കേറ്റത് മറുകര കാട്ടുനായ്ക്ക ഉന്നതിയിലെ നാരായണന്. ആക്രമണം വനത്തിൽ വിറക് ശേഖരിക്കാൻ പോയപ്പോൾ പുറത്തും കാലിനും പരിക്കേറ്റ നാരായണൻ സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ. പോളിടെക്നിക് കഞ്ചാവ് കേസിൽ യൂണിയൻ സെക്രട്ടറി അഭിരാജിനെ പുറത്താക്കി SFI. കോളേജിൽ ലഹരി എത്തിച്ച 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. പിടിയിലായത് പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖും ഷാരിഖും. കോളേജിൽ കഞ്ചാവ് എത്തിച്ചത് ആഷിഖ് എന്ന് പോലീസ്. കൂടുതൽ വിദ്യാർത്ഥികളുടെ പങ്കും പരിശോധിക്കും. കളമശ്ശേരി പോളിടെക്നിക്കിൽ കഞ്ചാവ് പിടികൂടിയതിൽ പരസ്പരം പഴിചാരി സംഘടനകൾ. സംസ്ഥാനത്ത് ലഹരി മാഫിയയുടെ ഭാഗമായി SFI നേതാക്കൾ പ്രവർത്തിക്കുന്നുവെന്ന് VD സതീശൻ. നാട്ടിൽ എവിടെ ലഹരി പിടികൂടിയാലും SFIയും SDPIയും ഉണ്ടെന്ന് K സുരേന്ദ്രൻ. മുഖ്യപ്രതി ഷാലിക് KSU നേതാവെന്ന് മുൻ SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ. ഷാലിക് KSU മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്ന ചിത്രം പങ്കുവച്ചത് ഫേസ്ബുക്കിൽ. കൊച്ചിക്കായലിൽ മുങ്ങിക്കപ്പലും കോസ്റ്റ് ഗാർഡ് കപ്പലും മുഖാമുഖം. ആണവ മുങ്ങിക്കപ്പലും കോസ്റ്റ് ഗാർഡിന്റെ നിരീക്ഷണ കപ്പലുമാണ് നേർക്കുനേർ വന്നത്. ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന്. ഇടുക്കിയിലെ കയ്യേറ്റത്തിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെന്ന് റവന്യൂ മന്ത്രി. ഏത് ഉന്നതനായാലും സംരക്ഷിക്കില്ല. വ്യാജ പട്ടയം നിർമ്മിച്ച് ഭൂമി കയ്യേറിയവർക്കെതിരെ ക്രിമിനൽ നടപടിയിലേക്ക് കടക്കാൻ ദേവികുളം സബ് കളക്ടർക്ക് നിർദ്ദേശം. കയ്യേറ്റത്തിനെതിരായി സന്ധിയില്ലാത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി. ലവ് ജിഹാദ് പ്രസംഗത്തിൽ PC ജോർജിനെതിരെ കേസെടുത്തേക്കില്ല. പ്രസംഗത്തിൽ കേസെടുക്കേണ്ടതായി ഒന്നുമില്ലെന്ന് നിയമോപദേശം. വിവാദമായത് മീനച്ചിൽ താലൂക്കിൽ മാത്രം 400 പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടമായെന്ന പരാമർശം. PC ജോർജിന്റെ പ്രസംഗം പാലായിലെ ലഹരി വിരുദ്ധ സെമിനാറിൽ. കൊല്ലത്തെ ഇരുചക്രവാഹനത്തിൽ കാട്ടുപന്നിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റയാൾ മരിച്ചത് കടയ്ക്കൽ ഇട്ടിവ സ്വദേശി ബാബു. പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമെന്ന് നാട്ടുകാർ. വിതുര മാങ്കാല ജനവാസ കേന്ദ്രത്തിൽ കാട്ടാന ഇറങ്ങി. മനുഷ്യ വന്യജീവി സംഘർഷം വെല്ലുവിളിയെന്ന് മന്ത്രി AK ശശീന്ദ്രൻ കേരള വിഷൻ ന്യൂസിനോട്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം 34ാം ദിവസത്തിൽ. സമരം കൂടുതൽ ശക്തമാക്കാൻ ആശമാർ. സെക്രട്ടേറിയറ്റ് ഉപരോധം തിങ്കളാഴ്ച. ഉപരോധത്തിൽ നിന്ന് പിന്മാറാൻ CPIM ഭീഷണിപ്പെടുത്തുന്നുവെന്ന് പരാതി. ആവശ്യങ്ങളിൽ ഉറച്ച സമരക്കാർ. ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം പൊളിക്കാൻ സംസ്ഥാന സർക്കാർ. ഉപരോധ ദിവസം പരിശീലന പരിപാടി നിശ്ചയിച്ച് ഉത്തരവിറക്കി. ഉപരോധം പ്രഖ്യാപിച്ച തിങ്കളാഴ്ചയാണ് വിവിധ ജില്ലകളിൽ ആരോഗ്യവകുപ്പിന്റെ പരിശീലന പരിപാടി. എല്ലാ ആശാ പ്രവർത്തകരും പങ്കെടുക്കണമെന്ന് നോട്ടീസ് നൽകി ജില്ലാ പ്രോഗ്രാം മാനേജർമാർ.
കോഴിക്കോട് കൊയിലാണ്ടി മുച്ചുകുന്ന് കോട്ടക്കോവിലകം ക്ഷേത്രത്തിൽ വെടിക്കെട്ടിനിടെ അപകടം. 2 പേർക്ക് പരിക്കേറ്റു. അപകടമുണ്ടായത് വെടിക്കെട്ടിനിടെ പടക്കം ദിശ മാറി പൊട്ടിയതോടെ. പോലീസ് ഇടപെട്ട് വെടിക്കെട്ട് നിർത്തിവെപ്പിച്ചു. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരും. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട്. 37 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്ന് മുന്നറിയിപ്പ്. വിവാദ നിയമ ഭേദഗതിയുമായി കർണാടക സർക്കാർ. 2 കോടി വരെയുള്ള സർക്കാർ കരാറുകളിൽ 4% മുസ്ലിം സംവരണം ഏർപ്പെടുത്തി. നിയമ ഭേദഗതിക്ക് മന്ത്രിസഭായോഗം അനുമതി നൽകി. ഭിന്നിപ്പിച്ച് ഭരിക്കാനുള്ള നീക്കമെന്ന് BJP. നാസ സ്പേസ് എക്സ് ക്രൂ 10 വിക്ഷേപണം വിജയം. പേടകത്തിൽ 4 ബഹിരാകാശ സഞ്ചാരികൾ. വിക്ഷേപണം ഫ്ലോറിഡ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും മടങ്ങിവരവ് ഉടൻ. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചു.